إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. الحمد لله الذي له ما في السماوات وما في الأرض وله الحمد في الآخرة وهو الحكيم الخبير. الحمد لله الذي فاطر السماوات والأرض جاعل الملائكة رسلا. الحمد لله الذي أنزل على عبده ولم يجعل له عوجا. الحمد لله حمد الشاكرين. اللهم لك الحمد حتى ترضى ولك الحمد إذا رضيت ولك الحمد بعد الرضا ولك الحمد على كل حال. الحمد لله حمدا كثيرا طيبا مباركا فيه. اللهم لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك على ما أنعمت علينا من نعمك التي لا تعد ولا تحصى. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم صل وسلم وزد وبارك على حبيبك وسيدنا وصفوة خلقك وخير رسلك وخير من مشى على الأرض وخير من رفع إلى السماء نبينا وحبيبنا محمد صلى الله عليه وسلم صلاة وسلاما دائمين متلازمين إلى أبد الآبدين ودهر الداهرين وعلى آله وصحابته ومن اهتدى بهديه واستنى بسنته إلى يوم الدين. فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم. شر الأمور محدثاتها كل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. عباد الله اتقوا الله. സഹോദരന്മാരെ സഹോദരിമാരെ, റബ്ബുൽ ഇസ്സത്തായ അഹദും സമദുമായ മാലിക്കുൽ മുലൂക്കായ ഹയ്യുൽ ഖയ്യൂമായ ബദീഉസ് സമാവാതി വൽ അർദ് ഖാലിഖുസ് സമാവാതി വൽ അർദ് ഹയ്യുൽ ഖയ്യൂമായ റബ്ബ് സുബ്ഹാനഹു വ തആല
അവന്റെ സൃഷ്ടിമാരായ ഞങ്ങളൊട്ടുക്ക് ചില വിഷയത്തിൽ നിങ്ങൾ ആക്കോണോട്ട് നിങ്ങൾ കഠിന ആദേശം തന്നണം. ചില വിഷയത്തിൽ ആ റബ്ബ് ഞങ്ങളൊട്ടിക്ക് നിങ്ങൾ ആക്കുക തീരാ നിങ്ങൾ മുട്ടു നിൽക്കോറുകൊണ്ട് റബ്ബ് നിങ്ങൾക്ക് നിഷേധത്തെ കൽപ്പന തന്നണം. ആ റബ്ബിന് രണ്ട് കൽപ്പന ഞങ്ങളുടെ ജീവനത്തെ എല്ലാ അവസരത്തിലും എല്ലാ സന്ദർഭത്തിലും പാലനാക്കിയിട്ട് നല്ലങ്ങായിട്ട് സ്വാലിഹായിട്ട് ചെയ്തതു ഞങ്ങളെല്ലാവരും പ്രയത്നാക്കുക ചെയ്തു നല്ല മറക്കാൻ നിങ്ങളെല്ലാവരും ನಾನು ವಸಿಯತ್ತಾಕರ റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ ആദേശ പാലനാക്കിയിട്ട് അവന് തൃപ്തിപ്പെടുന്ന രീതിയിൽ ചെയ്യും. ആ റബ്ബിന് തൃപ്തിയോട് കൂടെ ആ റബ്ബിനെ നാളെ കണ്ടുമുട്ടും. അള്ളാഹു ഞങ്ങൾക്ക് എല്ലാവർക്കും തൗഫീഖ് തരട്ടെ. അള്ളാഹു ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരന്മാരെ സഹോദരിമാരെ, ഞങ്ങളെല്ലാവരും അൽഹംദുലില്ലാഹ് നല്ല റാഹത്തില് നല്ല AC മസ്ജിദിന്റെ ഉൾക്കത്തിൽ വെച്ചിട്ട് സന്തോഷത്തിൽ ഞങ്ങളുടെ ജുമാഅത്ത് കൊട്ടിയ ചേരാം. അൽഹംദുലില്ലാഹ് അല്ലാഹു കബൂലാക്കട്ടെ. ഞങ്ങളുടെ മുറ്റത്തെ സ്റ്റേറ്റ് കേരളത്തിൽ ഞങ്ങളുടെ മുറ്റത്തെ ജില്ല ആയിട്ട് വയനാട് ജില്ല. ആ ജില്ലയില് അവിടെ നടന്ന ചില സംഭവം നിങ്ങളുടെ TV മൊബൈലിലെല്ലാം നോക്കിയിരിക്കുവാറ്. പക്ഷെ അത് ഞങ്ങൾ നോക്കുമ്പോൾ ഒരു ചെറിയ സംഭവം പോലെ കാണും. സഹോദരന്മാരെ, ഞങ്ങളെ പോലത്തെ ഞങ്ങളെ അമ്മമാരെ പോലത്തെ ആൾമാർ, ഞങ്ങളെ ആങ്ങളെ പെങ്ങളെമാരെ പോലത്തെ ആൾമാർ, ഞങ്ങളെ ഇളയങ്ങ പോലത്തെ സ്വന്തം ഒത്തിരെ പോലത്തെ ആൾമാർ ജാവ് ഇറങ്ങിയതാണ്. സുബൈഗണിക്ക് പോകും. ഞങ്ങളെ മയ്യത്ത് പോലില്ല, ഞങ്ങളെ അവ പോലുമില്ല, ഞങ്ങളെ നിരകര പോലുമില്ല, ജാളില്ല, എന്തില്ല. ആ പക്ക വെറും ഒരു കണ്ട പോലെ, കണ്ടത്ര നിങ്ങൾ നെല്ല് നട്ട കണ്ട ഉണ്ടല്ലേ, അതുപോലത്തെ പരിസ്ഥിതിയായി. വലിയ ഗുഡയുണ്ട്. സുബൈ നോക്കുമ്പോൾ ഗുഡേനെ കാണുന്നില്ല. ആ ഗുഡയിന്ന പക്കത്തിൽ ഒരു പൊല ഒഴുകിയോന്നുണ്ട്. അങ്ങനത്തെ ദുരന്ത പരിസ്ഥിതിയായിട്ട് ഇങ്ങനോട് നടന്നത്. സഹോദരന്മാർ, പണ്ട് ആദ് സമുദായത്തിൽ അള്ളാഹു അങ്ങനത്തെ ശിക്ഷ കൊടുത്തിട്ടുണ്ട്. അതേപോലെ ലൂത്ത് അലൈഹി സ്വലാമിന്റെ സമുദായത്തിൽ ശിക്ഷ അള്ളാഹു കൊടുത്തിട്ടുണ്ട്. അള്ളാഹു ഞങ്ങളെ ഈ സഹോദരന്മാർ, ഞങ്ങളെ വയനാടിന് കഴിഞ്ഞ വർഷം നാം പോയിട്ട് മുന്നത്തെ വർഷം നാം പോയിട്ട് അപ്പൊ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ചെമ്മത്തെ വിദേശത്തെ ആൾമാർ ഞങ്ങളെ വേറെ വേറെ സ്റ്റേറ്റിലെ ആൾമാരെല്ലാം വന്നിട്ട് നോക്കുകയുണ്ടാകും. അങ്ങനത്തെ സൂചിമല ആ മുണ്ടക്കയകളുടെ ചില പ്ലേസില് ഇണ്ട് നോക്കിയെങ്കിൽ വേറോ കണ്ടടത്തുക വേണ്ടി ഞങ്ങൾ നെല്ല് കൃഷിയാക്കുക വേണ്ടി ഞങ്ങൾ അങ്ങനെ ആക്കിയ കണ്ടടത്തില്ലേ ട്രാക്ടറിൽ, അതുപോലെ കണ്ടുകൊടുക്കും. ഓക്കെ, അവിടെ മുന്നിൽ ഇങ്ങനത്തെ അവയിത്ത്, മുന്നിലോട് സ്കൂളിത്ത്, മുന്നിലോട് സിറ്റി ഇത്ത്, ഒരു റോഡ് ഇത്ത്, അങ്ങനത്തെ എന്തൊരു കുറുകു പോലും കാണില്ല. അങ്ങനത്തെ പരിസ്ഥിതി റബ്ബുಗೆ എതിരാക്കുക ഒരു സെക്കൻഡും അള്ളാഹു എന്തെങ്കിലും ആവും ഉദ്ദേശിച്ചെങ്കിൽ അള്ളാഹു അതിനെടുക്കും. നീ ആവുണ്ടിട്ട് സഡൻലി അത് ആയിപ്പോകും. അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടെ മൺമറഞ്ഞു പോയ സഹോദര സഹോദരിമാർ ആരുള്ളാണ്. അള്ളാഹുവെ മരിച്ചുപോയ എല്ലാവർക്കും നീ മഗ്ഫിറത്ത് കൊടുക്ക. അള്ളാഹുവെ ഞങ്ങളുടെ കുടുംബം ആരെല്ലാം ഒഴിഞ്ഞിട്ടുള്ളാറ് അങ്ങ് ആ ദുരന്തത്തെ താളും പോലത്തെ ശക്തി കൊടുക്ക. അള്ളാഹുവെ അതിൽ എത്രയോ ആൾമാർ സഹോദര സഹോദരന്മാർ നാളെ ഞായറാഴ്ച മങ്ങിൽ അവിടെ നിന്നാണ്. മങ്ങിലത്തേക്ക് വേണ്ടി റെഡിയായ പുതിയാപ്പിളെ പുതിയ കൊണ്ട് അത് നിന്നാറ്. മങ്ങിലത്തേക്ക് വേണ്ടി റെഡിയാക്കിയ ബംഗാറ് ഡ്രസ് എടുത്തിട്ട് ഞങ്ങളെ കപ്പാട്ടിൽ വെച്ച് നിന്നാറ്. മങ്ങിലത്തേക്ക് ഡേറ്റ് ഫിക്സ് ആയിട്ട് മങ്ങിലത്തേക്ക് ഞങ്ങൾക്ക് എന്തായാലും എൻഗേജ്മെന്റ് എല്ലാം ആക്കിട്ട് വെച്ചിറാറ്, എല്ലാം തയ്യാറാക്കിട്ട് വെച്ചിറാറ്, ദുമ്പത്തേക്ക് റെഡിയാക്കിട്ട് വെച്ചിറാറ്. അങ്ങനത്തെ ആൾമാറില്ല, പുതിയാപ്പിളില്ല, പുതിയ പെണ്ണില്ല, ബംഗാറില്ല, വെച്ച അവയില്ല. എന്തൊരു ദുരന്ത സഹോദരൻ. അള്ളാഹു ഞങ്ങൾ ഇത്ര നിഅമത്താണ്. റബ്ബ് പരിശുദ്ധ ഖുർആനിൽ എടുത്തിട്ടുണ്ട്. അള്ളാഹു നിങ്ങൾക്ക് തന്ന നിഅമത്ത് നിങ്ങൾ എണ്ണിക്കണക്കാക്കണമെങ്കിൽ എണ്ണുക സാധ്യയില്ല. അത്ര അസംഖ്യാത നിഅമത്തായിട്ട് അള്ളാഹു ഞങ്ങൾക്ക് തന്നത്. പക്ഷെ റബ്ബ് ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു കഷ്ടം തന്നിട്ടില്ല, ഒരു നഷ്ടവും തന്നിട്ടില്ല, ഒരു ദുരന്തയും തന്നിട്ടില്ല. ഞങ്ങൾക്ക് വേണ്ടിയതെല്ലാം റബ്ബ് തന്ന നിഅമത്ത് തന്ന ആഫിയത്ത് തന്ന ആ റബ്ബ് ശുക്റായിട്ട് ആ റബ്ബ് നന്ദി കാട്ടിട്ട് ചെയ്ക്കുക. അള്ളാഹുവേ ഞങ്ങളൊട്ടിಗೆ ಬಂದು പോയ തമ്പുരു ഞങ്ങൾക്ക് നീ മാഫാക്ക. അള്ളാഹുവേ അങ്ങനത്തെ ദുരന്ത അള്ളാഹുവേ ഞങ്ങളുടെ രാജ്യത്തേക്ക്, ഞങ്ങളുടെ ദേശത്തേക്ക്, ഞങ്ങളുടെ രാജ്യത്തേക്ക്, ഏത് സമുദായത്തേക്ക് നീ ബർത്തണ്ട. അള്ളാഹുവേ ഞങ്ങളെ നീ കാത്തുരക്ഷിക്ക. അള്ളാഹുവേ ഞങ്ങളുടെ പുറത്തേക്ക് ദ്വാരം സഹോദരൻ.
സഹോദരന്മാരെ, നാം നിങ്ങളൊട്ടിക്കൊരു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പരിശുദ്ധമായ ബായി കൊണ്ട് ചൊന്ന ഒരു ഹദീസ് ഇമാം അബൂ ദാവൂദും ഇമാം തിർമിദി റഹ്മത്തുള്ളാഹി അലൈഹി റിപ്പോർട്ടാക്കിയ ഒരു ഹദീസ് നിങ്ങൾ ഉദ്ദേശപ്പെട്ടു. ഈ ഹദീസ് റസൂലുള്ളാഹിയുടെ മുറ്റത്ത് കേട്ട സഹാബിയുടെ പേര് അബീ നജീഹ് അൽ-ഇർബാദ് ബിൻ സാരിയ റളിയല്ലാഹു അൻഹു. ഖാല, അയാൾ ചൊല്ലു, ഒരു നാൾ ഇതുപോലെ മദീനത്തെ മസ്ജിദ് നബവിയിൽ ഞങ്ങളെ തെറ്റിട്ടുണ്ടെങ്കിൽ വഅലന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൗഇദ, റസൂലുള്ളാഹി ഞങ്ങൾക്ക് ഒരു വഅലിയും ഒരു ഉപദേശാക്കി നസീഹത്താക്കി ഞങ്ങളുടെ റസൂലുള്ളാഹിയുടെ എതിരിൽ ഇങ്ങനെ തെറ്റിട്ട് കാതുകൊടുത്തോണ്ടുള്ള. അപ്പൊ ഈ സ്വഹാബികളുടെ റസൂലുള്ളാഹിയുടെ ആ വഅദ്, സദുപദേശ, അത് കേട്ടിട്ട് ഞങ്ങളുടെ ഖൽബിലെ പേടിച്ച് നിറച്ചിട്ട് ഖൽബ് പഠിച്ചിട്ട് മാത്രല്ല ഞങ്ങളുടെ കണ്ണിൽ കണ്ണി ബന്ധ റസൂലുള്ളാഹിയുടെ ആ ഉപദേശങ്ങൾ ഞങ്ങൾ തെച്ചങ്ങ ചൊന്ന റസൂലുള്ളാഹിയുടെ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, കഅന്നഹാ മൗഇദത്തു മുവദ്ദഅ, കഅന്നഹാ മൗഇദത്തു മുവദ്ദഅ. റസൂലുള്ളാഹി, യാ നബി, നിങ്ങൾ ഈ ഉപദേശം കേൾക്കുമ്പോൾ ഞങ്ങളുമായിട്ട് നിങ്ങളോട്ടുള്ള സമ്പർക്ക കട്ടായിട്ട് ഞങ്ങളെ വിട്ടുപോകേണ്ട പോലത്തെ നിങ്ങൾ കാണണ്ടല്ലേ? അങ്ങനത്തെ ഒരു ഉപദേശമല്ലേ ഇത്? അങ്ങനത്തെ ഒരു കളക്കല്ല നിങ്ങളോട് കേട്ടോണ്ടുള്ളേ. നിങ്ങൾ ഞങ്ങളുമായിട്ട് വീഴ്കൊടുക്കായിട്ട് രായപ്പെട്ട് പോകേണ്ട പോലെ കാണണ്ടല്ലേ? അല്ല, ഞങ്ങളെ മുട്ട് നിങ്ങൾ വിട്ടിട്ട് നിങ്ങൾ വഫാത്താവും പോലെ കാണണ്ടല്ലേ? അങ്ങനത്തെ ഒരു പളക്കായിട്ട് നിങ്ങളെ വായിട്ട് നിങ്ങൾ കേട്ടോണ്ടുള്ളത്. അതുകൊണ്ട് നബിയെ എന്നോ നിങ്ങൾ വസിയത്താക്കോറു നബിയെ. ഈ സ്വഹാബിയൻ قال رسول الله جنت اوصيكم بتقوى الله عز وجل. رسول الله ഒന്നാമത്തെ ഉപദേശം ഊസിക്കും ബിത്തഖ്വ അല്ലാഹി അസ്സ വജൽ. ആൾമാരെ, നിങ്ങൾ റബ്ബിനെ പേടിക്കൂ. നിങ്ങൾ ഓർത്തേക്കുമ്പോൾ, നിങ്ങൾ ആൾമാരുടെ കൂട്ടത്തിലിരിക്കുമ്പോൾ, നിങ്ങൾ റായത്തിലിരിക്കുമ്പോഴും, നിങ്ങൾ പരറായത്തിലിരിക്കുമ്പോൾ, നിങ്ങൾ ചിമ്മലിക്കുമ്പോഴും, നിങ്ങൾ വെളിച്ചത്തിലിരിക്കുമ്പോഴും തഖ്വ അല്ലാഹുവിനെ പേടി നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും കേട്ട് തഖ്വ ചെല്ലാതെ. എന്തിനാ തഖ്വ ചെന്നെങ്കിൽ കാല് ഞങ്ങൾ വെളുത്ത ഡ്രസ് ഇട്ടതോ 5 വക്ത് നിസ്കരിക്കരുത്, നോമ്പെടുക്കരുത്, അത് തഖ്വ അല്ല. അത് ഞങ്ങളെ ഡ്യൂട്ടി ആയിട്ടേക്കറ്. തഖ്വ ചെന്നെങ്കിൽ ഞങ്ങൾ ഓർത്തേക്കുമ്പോഴും ആൾമാരുടെ ഇടയിലിരിക്കുമ്പോഴും. അപ്പൊ ഓർത്തേക്കുമ്പോൾ ഞങ്ങൾ ധൈര്യം. അപ്പൊ ഞങ്ങൾ എന്താകുമ്പോൾ ധൈര്യപ്പെട്ടോ അല്ല, ഞാൻ ഓർത്തില്ലെങ്കിലും ഓർത്തിയില്ലെങ്കിലും നന്റെ നോക്കൂ നല്ല റബ്ബുള്ള ആ ഒരു പേടി മനസ്സിൽ വന്നെങ്കിൽ അതായിട്ട് തഖ്വ. കൂട്ടത്തിലിരിക്കുമ്പോൾ ഞങ്ങൾ തപ്പാക്കും പേടിക്കണം, ആൾമാർ നോക്കാനല്ലേ. അതേപോലെ നിങ്ങൾ വെളിച്ചത്തിലുണ്ടെങ്കിലും ചിമ്മലുണ്ടെങ്കിൽ ഞങ്ങൾ ധൈര്യം ആരെന്ത് കാണില്ലല്ലേ എന്നാ ഓർത്തല്ലേ. അപ്പൊ ഞങ്ങളെ മനസ്സിലല്ല, ആറ് കണ്ടില്ലെങ്കിലും എത്ര ചിമ്മയെങ്കിലും നിന്റെ റബ്ബുരെ കണ്ടൊരു ചിമ്മയാക്കുക നമുക്ക് സാധ്യമില്ല. ആ ഒരു പേടി മനസ്സിൽ വന്നെങ്കിൽ ഇതായിട്ട് തഖ്വ. റായത്തിലില്ലെങ്കിലും റായത്തിലില്ലെങ്കിൽ ഞങ്ങൾ ആൾമാർ ദുർത്തോ ഞങ്ങൾ നോക്കാറ്. പരറായത്തിലില്ലെങ്കിൽ ആർക്കും പരിചയമില്ല. ഞാൻ എന്ത് വേണമെങ്കിൽ ആക്കാം, എവിടെ വേണമെങ്കിലും പോകാം. അങ്ങനത്തെ ഒരു ഭണ്ഡധൈര്യമുണ്ട്. അപ്പൊ നാല് പർറായത്തിൽ നിങ്ങൾ നല്ല മുഖവും നല്ല റബ്ബുള്ളല്ലേ. അങ്ങനത്തെ മനസ്സിൽ പേടി വന്നെങ്കിൽ അതായിട്ട് തഖ്വ. അതായിട്ട് റസൂലുള്ള ചെറുത്ത സ്വഹാബത്തിനൊട്ടിക്ക് സ്വഹാബത്തെ നിങ്ങൾ അല്ലാഹുവിനെ പേടിക്കൂ. നിങ്ങൾ അനുസരണയോടുകൂടെ നിങ്ങൾ അനുസരണാക്കൂ. നിങ്ങൾ കാതു കൊടുത്തിട്ട് കേൾക്കൂ. നിങ്ങളെ നേതാവ്, നിങ്ങളെ അമീർ, അത് റായത്തില് ഒരു നിലയും വിലയും ഇല്ലാത്ത ഒരു വ്യക്തിയായിട്ടുണ്ടെങ്കിലും, ഒരു കർത്തവർഗത്തെ ഒരു വ്യക്തിയായിട്ടുണ്ടെങ്കിലും, ഒരു അടിമയായിട്ടുണ്ടെങ്കിലും നിങ്ങളെ നേതാവിനെ നിങ്ങൾ അനുസരണാക്കൂ. അയാളെ പളക്കം നിങ്ങൾ കേൾക്കൂ. പിന്നെ റസൂലുള്ളാഹിയുടെ പോയിന്റ് ഇരുപണ്ടോടെ നാല് വഫാത്തായിട്ട് മരിച്ചിട്ട് പോയാൽ പിന്നെ നിങ്ങൾ ചെമ്മത്തെ ആൾമാരുടെ ബാക്കിക്കാണ്. ഫസയറ, അപ്പൊ നിങ്ങൾ കാണുവാർ ഇഖ്തിലാഫൻ കസീറ, അസംഖ്യ ഭിന്നാഭിപ്രായം, ഭിന്ന നിലവ്, ഭിന്ന ആചാര വിചാരം, ഭിന്ന വിചാരധാര സമുദായത്തിൽ നിങ്ങൾ കാണുവാറ്. അപ്പോ നിങ്ങൾ കൺഫ്യൂഷൻ ആവും. അങ്ങനെ ചെല്ലാറ് നല്ലത്, നിങ്ങളും ചെല്ലാറ്. അപ്പൊ ആറ് ചെല്ലത് നമ്പര്, ആറ് ചെല്ലത് നിങ്ങൾ കൈപൊട്ടിരാണ്ട് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും, നിങ്ങൾക്ക് ഇൽത്തിബാസ് ആവും. റസൂലുള്ളാഹിയുടെ അങ്ങനെ നിങ്ങൾക്ക് ചെന്ന കൺഫ്യൂഷൻ ആവുമ്പോൾ നന്റെ ശരിയ, നന്റെ ആചാര വിചാര, നന്റെ നടനുടി, നന്റെ വിചാരധാര എന്തിനുണ്ട് അത് നിങ്ങൾ കെട്ടിപ്പിടിക്കൂ. നിങ്ങൾ മാത്രല്ല വസുന്നത്തിൽ ഖുലഫാഇർ റാഷിദീൻ അൽ മഹ്ദിയീൻ, കൽഞ്ഞു പോയ സന്മാർഗ ദർശനം കിട്ടിയ ഖുലഫാഉർ റാഷിദുമാരുള്ള അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു,
ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. ഈ നാലാൾക്ക് ഖുലഫാഉർ റാഷിദീൻ പേര് ചൊല്ലുന്നത്. അങ്ങനെ റസൂലുള്ളാഹിന്റെ ആ ഖുലഫാഉർ റാഷിദുമാരെ ശരി എന്തിനുണ്ട്, ആചാര വിചാരം എന്തിനുണ്ട്, അങ്ങളെ നടനുടി എന്തിനുണ്ട്, അങ്ങളെ വിചാരധാര എന്തിനുണ്ട്, അത് നിങ്ങൾ കേട്ട് മുറുകെ പിടിക്കൂ. പിന്നെ റസൂലുള്ള ചെന്തി അല്ലു അലൈഹ, അതൊരു വിശേഷമായ പഴക്കായിരിക്കും. അല്ലു അലൈഹ, നിങ്ങൾ കടിച്ചു പിടിക്കോ. എപ്പോ നിങ്ങൾ കടിച്ചു പിടിക്കരുത്. നിങ്ങൾക്ക് എന്തൊക്കെ ഇന്നൊരു സാമാനം കിട്ടി, ഗട്ടിന്റെ സാമാനം. ഞങ്ങൾ എന്താ എതിർത്ത പല്ലിൽ കടിച്ചെങ്കിൽ പല്ല് പോട്ടു. എതിർത്ത പല്ലിക്ക് എത്ര ബലയില്ല. നിങ്ങൾ ഗട്ടിന്റെ സാമാനത്തിന് പൊളിക്കുക. ഞങ്ങൾ എന്താ കർമ്മത്തിൽ ഗട്ടിന്നെങ്കിൽ ഞങ്ങൾ ലാസ്റ്റ് ജാട പല്ലുണ്ട്, ഈ പല്ലിൽ കടിച്ചു പിടിക്കണം. അപ്പൊ എങ്ങനത്തെ ഗട്ടിന്റെ എതിർത്ത് പൊടിയാക്കുക സാധ്യം. റസൂലുള്ളാഹിയുടെ നന്റെ ചെറിയ നന്റെ ആചാര വിചാര നാല് പടിപ്പാട്ടി നടനോടി ഗട്ടി കടിച്ചു പിടിക്കോറു. ഹദീസിൽ നമ്മളൊക്കെ നവാജിദ് എന്നെങ്കിൽ നിങ്ങളെ ജാടപ്പല്ല് അണപ്പല്ലുണ്ടല്ലേ, ഈ കടപ്പല്ല് ചൊല്ലുന്ന ജാടപ്പല്ല്, അതുകൊണ്ട് നിങ്ങൾ കടിച്ചു പിടിക്കോളൂ. അല്ലെങ്കിൽ റായത്തിലുള്ള ആൾമാരെല്ലാം വിരുദ്ധായിട്ടിക്കുവാറ്, എല്ലാം വിരോധിയായിട്ടിക്കുവാറ് നിങ്ങൾക്ക്. പക്ഷെ നിങ്ങൾ മാത്രം സുന്നത്തിലില്ലെങ്കിൽ, നിങ്ങൾ മാത്രം നല്ല ആചാര വിചാരത്തിലില്ലെങ്കിൽ നിങ്ങളെ എതിർക്കുകയോ അടിക്കുകയോ കുത്തുകയോ ആൾ മാറിക്കുവാറ്. എത്ര എന്താക്കിയെങ്കിലും നിങ്ങൾ വിറോചാരണ്ട. നിങ്ങൾ അദ്ദു അലൈഹ ബിൻ നവാജിദ്, നിങ്ങളെ ഈ ജാടപല്ല് കൊണ്ട് നല്ല ആദർശത്തെ നിങ്ങൾ കടിച്ചു പിടിക്കോളൂ. പിന്നെ റസൂലുള്ള വഇയ്യാകും, നിങ്ങൾ എച്ചരിക്ക വേക്കോറു, ജാഗ്രത വേക്കോറു. വമുഹദസാത്തുൽ ഉമൂർ, ദീന്റെ വിഷയത്തിൽ പുതിയ ഇതെല്ലാം കടന്നു വരും. എപ്പോ ഇത് 1400 വർഷത്തിന് മുന്നോട്ട് റസൂലുള്ള ഹയാത്തിലിരിക്കുമ്പോ റസൂലുള്ള ഞങ്ങളുടെ എച്ചരിക്ക ഇബാദത്തിന്റെ പേരിൽ പുതിയ കടന്നു വരൂ സമുദായത്തേക്ക്. അത് നിങ്ങൾ ജാഗ്രത വേക്കോറു. എന്തിനാ പുതിയത്? ഇസ്ലാമിന്റെ പേരിൽ എന്തിനാ പുതിയ ഇബാദത്ത് കടന്നു വന്ന, ഇസ്ലാമിന്റെ പേരിൽ ഒരു പുതിയ ആചാരം എന്തിനാ കടന്നു വന്ന, അതായിട്ട് ബിദ്അ. അതിന് പേരായിട്ട് കള്ളു കുടിക്കുന്നത് ബിദ്അത്തല്ല. അതെന്തായിട്ട് അത് പേര് ഹറാമായിട്ടിരിക്കുന്നത്, അത് ഏറ്റവും വലിയ മഹാപാപായിട്ടിരിക്കുന്നത്. ബഡ്ഡി തിന്നത് സബൂൽ മൂമിക്കാത്തായിട്ടിരിക്കുന്നത്, സിന സബൂൽ മൂമിക്കാത്തായിട്ടിരിക്കുന്നത്, കക്രതും അതല്ല മഹാപാപ്പായിട്ടിരിക്കുന്നത്. പക്ഷേ അതിന് ബിദ്അത്തിന്റെ കൂട്ടത്തിലേണ്ടിയല്ല. ബിദ്അത്ത് ചൊന്നെങ്കിൽ അതെങ്ങനെ ഞങ്ങളുടെ സമുദായത്തിലേക്ക് കടന്നു വന്ന എങ്ങനെ ഇവിടെ ഉണ്ടാ? ഇബാദത്തിന്റെ രൂപത്തിൽ കണ്ട്, സുന്നത്തിന്റെ രൂപത്തിൽ കണ്ട്, ആർക്കെങ്കിൽ കൂലുണ്ട്, നല്ലതല്ലേ ആക്കല്ലേ, അത് ഖുർആനല്ലേ, അതിങ്ങനത്തെ സ്വലാത്തല്ലേ, ഇങ്ങനെ നല്ലതല്ലേ ചെന്നിട്ട് ദീനിൽ ഇല്ലാത്തത്ര ദീന്റെ ഒഴുക്കത്തേക്ക് കടത്തി കൂട്ടുമ്പോ അതിന്റെ പേരായിട്ട് ബിദ്അത്ത്. അങ്ങനത്തെ ദീനില് റസൂലുള്ള വഫാത്തായാൽ പിന്നെ എന്തെല്ലാം പുതിയത് ഒഴുക വന്ന അതെല്ലാം ബിദ്അത്തായിട്ട്, അതെല്ലാം ബെടക്കായിട്ട് റസൂലുള്ളാഹി. വകുല്ല ദലാലത്തിൻ ഫിന്നാർ, അതെല്ലാം നരകത്തിലായിട്ട് റസൂലുള്ളാഹി. ഒരു വിഷയം മനസ്സിലാക്കുക. നിങ്ങൾ നിസ്കാരം എപ്പോ സ്റ്റാർട്ടായത്? അതൊക്കെ 1400 വർഷത്തെ ഇതിഹാസം. 5 വക്ത് നിസ്കാരം എല്ലാ മസ്ജിദിലും, ഒരായത്തിൽ എത്ര മസ്ജിദ് ഉണ്ടായി എല്ലാ മസ്ജിദിലും 5 വക്ത് നിസ്കാരം നടക്കുന്നു. 5 വക്ത് നിസ്കാരത്തിന് ജമാഅത്തേക്ക് എത്ര ആള് വേണ്ടേ? 10 ആള്, 15 ആള്, ആരെങ്കിലും 20 ആള് വേണ്ട. റായത്തിൽ എത്ര ആവെന്നെങ്കിലും വേണ്ട അത്ര. അതേ പ്ലേസിൽ ഒരു റായത്തിൽ ഒരു പുതിയൊരു സലാത്ത് മജ്ലിസ് സ്റ്റാർട്ടാക്കൊരു ഒരു കണ്ടത്തില് അല്ലെങ്കിൽ വേറെ ഒരു മൈതാനിൽ ഒരു സ്പെഷ്യൽ അങ്ങനത്തെ ഒരു ഇബാദത്ത് സ്റ്റാർട്ടാക്കൊരു നിങ്ങൾ ಅದಕ್ಕೆ ಎತ್ರ ಅಸಂಖ್ಯಾತ ಆಳ್ಮಾರು ಏದೆಲ್ಲ ರಾಯತ ಎത്ര ദൂരത്തെ വെഹിക്കലാക്കിയിട്ട് വലിയൊരു സിറ്റി പോലെ അവിടെ. അപ്പൊ പുതിയതുക്ക് മാർക്കറ്റിംഗ് യാരെ ആൾമാർ, ಅದಕ್ಕೆ കസ്റ്റമേഴ്സ് യാരെ. പഴയത് റസൂലുള്ള പിടിപ്പാട്ടിയത് ഇസ്ലാമിന്റെ പഴയ എന്തിനുണ്ട് ആചാര വിചാര എന്തിനുണ്ട, അതിൽ ആൾമാർക്ക് ആകർഷണ കൊറടി. അപ്പൊ പുതിയതിന് മേലെ എന്താക്കുക ആൾമാർക്ക് ആകർഷണ പണ്ട് റസൂലുള്ള ചൊല്ലുണ്ട് ഫഇന്ന കുല്ല മുഹദസത്തിൻ, ദീനിൽ എന്തെല്ലാം പുതിയത് വന്ന എല്ലാം അത് ദലാലത്തായിട്ടിക്കരുത്, അത് തെറുതപ്പിയതായിട്ടിക്കരുത്. ആ തെറുതപ്പിയ ആചാര വിചാരത്തെ തൊട്ടു ഞങ്ങൾ സലാമത്താവാ, ഞങ്ങളുടെ സമുദായത്തെയും ഞങ്ങളുടെ കുടുംബത്തെയും അത് ഞങ്ങളുടെ സമുദായത്തിൽ കടന്നു വരാതെ പോലെ ഞങ്ങൾ ജാഗ്രത ആക്കുക. അല്ലാഹു ഞങ്ങളെ കണ്ടുരക്ഷിക്കുമാറാകട്ടെ.
അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി ഇബാദല്ലാഹി തഖ്വല്ലാഹ്. സഹോദരന്മാരെ അല്ലാഹുവിനെ തഖ്വയോട് കൂടി ജീവിക്കുന്നു. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അതിനു വേണ്ടി നിങ്ങൾ എല്ലാവരും പ്രയത്നിക്കുക. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. സഹോദരന്മാരെ, ഈ പുതിയത് ബിദ്അത്ത് ചൊല്ലല്ലേ? ബിദ്അത്ത് എന്തെങ്കിൽ കള്ളു കുടിക്കുന്ന പോലത്തെ അങ്ങനത്തെ തെറ്റല്ല. ഇബാദത്തിന്റെ രൂപത്തില്, ഖുർആന്റെ രൂപത്തില്, നിസ്കാരത്തെ രൂപത്തില്, നോമ്പിന്റെ രൂപത്തില്, അങ്ങനത്തെ പേരിലായിട്ട് ദീനിന്റെ ഉള്ളിൽ കടന്നു വേണ്ടത്. അപ്പൊ അത് എങ്ങനെ നിങ്ങൾ ദീനിൽ അത് ഉദ്ഭവം അവിടെ എങ്ങനെ നോക്കുന്നു? നമ്മളൊരു സംഭവിച്ചിട്ടുള്ളത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതകാലത്ത് നടന്ന ഒരു സംഭവം. അന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അയാളെ ഹയാത്ത് കാലത്ത്, അയാളെ ഖിലാഫത്ത് സന്ദർഭം, റസൂലുള്ളാഹി വഫാത്തായിട്ട് രണ്ടാമത്തെ ബന്ധത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആയിട്ട് 2 വർഷം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്ത് നാണ് തീർത്ത്. അതിൽ പിന്നെ മൂന്നാമതായിട്ട് പണ്ട് റസൂലുള്ളാഹി, പിന്നെ ഒന്നാമത്തത് റസൂലുള്ള, രണ്ടാമത്തത് അബൂബക്കർ, മൂന്നാമത്തത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അയാളുടെ ആദിലത്തെ കാലം, ഖിലാഫത്തിന്റെ കാലം. അയാൾ ഒരു നാള് മദീനത്തെ മക്കത്തേക്ക് ഒരു ഉംറത്തേക്ക് വേണ്ടി പോണ്ടു. ഒട്ടിക്ക് ആൾമാരെല്ലാം ഉമർ റളിയല്ലാഹു അൻഹു ഒട്ടിക്ക്. അന്ന ഉമർ റളിയല്ലാഹു അൻഹു സ്വലാത്ത സുബ്ഹി ഫീ തരീഖി മക്ക. അങ്ങനെ മക്കത്തേക്ക് അയാള് ഉംറത്തേക്ക് പോണ്ട്. ഒട്ടിക്ക് ആളെല്ലാം ഉള്ളാറ്, ബാക്കിയുള്ള സ്വഹാബിമാരുള്ളാറ്. അങ്ങനെ പോണ്ട തെരുവിൽ ജാവായിട്ട് അങ്ങോട്ട് ടെന്റ് ഇട്ടാറ്, ഇറങ്ങിയാറ്. സുബ്ഹി നിസ്കാരത്തെ ടൈം ആകുമ്പോ ഒരു പക്കത്തിൽ നിസ്കരിച്ചാറ്. സ്വലാത്ത സുബ്ഹി, ഫജ്ർ നിസ്കരിച്ചാറ്. ഫീ ത്വരീഖി മക്ക, മക്കത്തേക്ക് പോകേണ്ട തെരുവില്, തരീഖില്. അങ്ങനെ നിസ്കാരെല്ലാം കഴിഞ്ഞാൽ പിന്നെ സുബ്ഹിത്തെ നിസ്കാരത്തിൽ പിന്നെ കുറെ അദ്കാരെല്ലാം ഉണ്ടല്ലോ, തസ്ബീഹെല്ലാം ചൊല്ലുന്നത്. അതെല്ലാം ചൊന്നാൽ പിന്നെ ഉമർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ പുറത്ത് വരുമ്പോൾ ആൾമാരെല്ലാം ഒരു ഗുമ്പായിട്ടാണ്. ഗ്രൂപ്പായിട്ട് ഒരു പക്കത്തിൽ ഒരു സ്പെഷ്യൽ ഒരു റൂട്ടിൽ ഇങ്ങനെ പോയോണ്ടുള്ള എല്ലാവരും ഗുമ്പായിട്ട് പോയോണ്ടുള്ള. ഉമർ റളിയല്ലാഹു അൻഹു ഒരു കുതൂഹലം. അതിനാവില്ല ഈ ആൾമാരെല്ലാം ഗുമ്പായിട്ട് പോയോണ്ടുള്ള എവിടെ പോകേണ്ടത്? ഫഖീല, അപ്പൊ ഒരാൾ ഉമർ റളിയല്ലാഹു അൻഹു കേട്ട് പിന്നെ എവിടെ പോയോണ്ടുള്ളേ? ഫഖീല, ഒരാൾ ചെന്തു ഉമർ റളിയല്ലാഹു അൻഹു മസ്ജിദ് സ്വല്ലാ ഫീഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ മസ്ജിദ് ഉണ്ട്. സ്വല്ലാ ഫീഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ള അവിടെ ഇങ്ങനെ മക്കത്തേക്ക് ഉംറത്തേക്കെല്ലാം പോകുമ്പോൾ, മദീനത്തേക്ക് മക്കത്തേക്കെല്ലാം പോകുമ്പോൾ റസൂലുള്ള അവിടെ വെച്ചിട്ട് നിസ്കരിച്ചുകൊണ്ടിട്ട് റസൂലുള്ള നിസ്കരിച്ചൊരു പക്കം ഉണ്ട് അവിടെ. ഫഹും യുസല്ലൂന ഫീഹി. അപ്പൊ ആൾമാർ ആ പക്കത്തിൽ പോയിട്ട് ജനറക്കാർ നിസ്കരിക്കാറ്. അത് നിസ്കരിച്ചിട്ട് അവിടെ വെച്ചിട്ട് ദ്വാരക്കാറ്, തസ്ബീഹ് ചൊല്ലാറ്. ആൾമാർക്ക് മനസ്സിൽ ഒരു കുസി അങ്ങനെ അവിടെ പോയിട്ടുണ്ടാറ്. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു എന്താക്കിയത് ഒക്കെ നാനും പണ്ടേ അവിടെ പോയിട്ട് നിസ്കാരത്തേക്ക് പോകേണ്ട ആൾമാർക്ക് നല്ല റോഡ്, നല്ല ദൈക്കൊക്കെ പ്ലേസ്, പൊതുവാക്കൊക്കെ പക്ക, ഇങ്ങനത്തെതെല്ലാം ആക്കിയ ഉമർ എന്താക്കിയ ഇവിടെ ഉണ്ട്. ഫഖാല, ഉമർ ചെന്ത് ഇന്നമാ ഹലക മൻ കാന ഖബ്ലകും ബിമിസ്ലി ഹാദാ കാനൂ യത്തബിഊന ആസാറ അംബിയാഇഹിം വയത്തഖിദൂനഹാ കനാഇസ വബിയഅഹാ ഫമൻ അദ്റകതുഹു സ്വലാ ഫീ ഹാദിഹിൽ മസാജിദ് ഫൽയുസല്ലിഹാ ഫീഹാ വമൻ ലാ ഫൽയംളി വലാ യതഅമ്മദഹാ. ഇതായിരിക്കും ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പ്രഖ്യാപനം. ആ സന്ദർഭത്തിൽ ഉമർ റളിയല്ലാഹു അൻഹു ചൊന്ന ഇന്നമാ ഹലക മൻ കാന ഖബ്ലകും, നിങ്ങളെ പൂർവികന്മാർ, അതായത് ഈസാ നബി അലൈഹി സ്വലാമിന്റെ സമുദായത്തെ ആൾമാരും മൂസാ നബി അലൈഹി സ്വലാമിന്റെ സമുദായത്തെ ആൾമാരും അങ്ങനെ നശിച്ചു പോയാർ. അങ്ങനെ ബിമിസ്ലി ഹാദാ, ഇങ്ങനത്തെ ആചാരം കൊണ്ടായിട്ടിക്കാറ്. കാനൂ യത്തബിഊന ആസാറ അംബിയാഇഹിം, ഞങ്ങളെ നബിമാർ വഫാത്തായിട്ടാകുമ്പോ അങ്ങനെന്താക്കിയാറാ ഞങ്ങളെ സമുദായത്തെ ആൾമാർ എന്താക്കിയാറ്? ആ നബിമാരെ എന്തിനു വിട്ടുപോയിടെ? നബിമാരെ എന്തിനെ ബടിക്കു, ചിലപ്പോ ചെരുപ്പിക്കൂ, ചിലപ്പോ ഡ്രസ്സിക്കൂ, ചിലപ്പോ ചട്ടിക്കൂ. ആ വസ്ത്രം എന്താക്കിയാറ് ഇങ്ങനെ അങ്ങനെ പൊടിച്ചിട്ട് നടന്നാറ്. അതിന് പിന്നെ അതിനെ പറ്റി എന്തൊക്കെയാറ്? അതിനെ പറ്റി ചർച്ച ആക്കിയാറ്, അല്ലെങ്കിൽ യഹൂദ ആരാധന കേന്ദ്രമാക്കിയാറ്. അപ്പൊ ആ നബിമാര് പഠിപ്പാട്ടിയ ആദർശത്തോടെ മൂലക്ക് വെച്ചിട്ട് അങ്ങ് വിട്ടുപോയ ബസ്സിന്
പുറത്തു നടന്നാറ്. അപ്പൊ നിങ്ങൾ പൂർവ്വ സമുദായം അതുപോലെ ആയിട്ട് ആക്കിയത് അതേ സമയം നിങ്ങൾ ആയിക്കൊണ്ടുള്ളാറ്. അതുകൊണ്ട് ഫമൻ അദറകതുഹു സ്വലാത്തു ഫീ ഹാദിഹിൽ മസാജിദ്, നിങ്ങൾ പോണ്ട തെരുവിൽ നിങ്ങൾക്ക് അങ്ങനത്തെ മസ്ജിദ് കിട്ടിയെങ്കിൽ നിങ്ങൾ ആ മസ്ജിദിൽ നിസ്കരിക്കൂ. പോണ്ട തെരുവിൽ കിട്ടിയെങ്കിൽ നിസ്കരിക്കൂ. ഫൽയുസല്ലിഹാ ഫീഹാ വമൻ ലാ, ഇനി പോണ്ട തെരുവിൽ കിട്ടിയിട്ടില്ല നിങ്ങൾക്ക്, നിങ്ങൾ നിസ്കാരത്തെ ടൈം ആയിട്ടില്ല, ഫല്യംലി, അവിടെ പോണോടെ കാത്തിക്ക് തീരാ. വലാ യതഅമ്മദഹ, ആ മസ്ജിദിനെ ഉദ്ദേശിച്ചിട്ട് അവിടേക്ക് ഞാൻ പോട്ടെ എന്നിട്ട് നേർച്ച വെച്ചിട്ട് അങ്ങനെ നേർച്ച പോകില്ല നിങ്ങൾ. ഉമർ റളിയല്ലാഹു അൻഹു എടുത്ത തീരുമാനം അതായിട്ട് സഹോദരന്മാരെ. അപ്പൊ ഞങ്ങളെ സമുദായത്തില് ഇങ്ങനത്തെ ഈ പുതിയ പുതിയ ആചാര വിചാരങ്ങൾ കടന്നു വരുമ്പോ അത് ആൾമാർക്ക് ഭാരി ഒരു അട്രാക്ഷൻ ആയിട്ട്, ആൾമാർക്ക് ഭാരി ഒരു ആസക്തി അതിൽ നോക്കൂ, അതിൽ കാതുകൾക്ക് ചിലപ്പോ കാതുക്ക് കൊടുക്കൂ ഭാരി കൊസി, നോക്കൂ ഭാരി ചന്ത, അത് കേൾക്കുക നല്ല ഇമ്പായിട്ട് ആൾമാർക്ക് ആണിങ്ങക്ക് പെണ്ണിങ്ങക്ക് അതെല്ലാം ഭാരി ഒരു ഇൻട്രസ്റ്റ് വിഷയമായിട്ട്. പക്ഷേ ഇസ്ലാമില് അതൊക്കെ ഒരു അഡ്രസ് വരണമെങ്കിൽ അത് 1400 വർഷத்துக்கு മുന്നോളം മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 63ാമത്തെ വർഷത്തിൽ വഫാത്താകുമ്പോ ആ വഫാത്താവ് തിങ്കളാഴ്ച 2 റസൂലുള്ളാഹി വഫാത്താവുന്നത് അന്തോള റസൂലുള്ളാഹിന്റെ റൂഹ് റസൂലുള്ളാഹിന്റെ ശരീരത്തെ പുറത്തു പോകുന്ന സന്ദർഭത്തിൽ എന്തെല്ലാം ഇസ്ലാമിലുണ്ടാ അത് ഇണ്ടുമുണ്ട്, അതിലൊരു ചേഞ്ചസും ഇല്ല. എന്ത് റസൂലുള്ളാഹി വഫാത്താവുടെ എന്ത് ഇസ്ലാമിൽ ഇല്ലേ അത് ഇനി ആർക്കും വന്നെങ്കിലും അതിനെ സ്വീകരിക്കുക അതിനൊരു ബാധ്യതയില്ല. അപ്പൊ റസൂലുള്ള വഫാത്തായാൽ പിന്നെ ദീനിൽ എന്തെങ്കിലും കടന്നുകൂടിയെങ്കിൽ അതിന്റെ പേരായിട്ട് ബിദ്അത്ത്. ആ ബിദ്അത്തിനായിട്ട് നിങ്ങൾ സൂക്ഷിക്കേണ്ടത്, നിങ്ങൾ കള്ളു കുടിക്കരുത്, നിങ്ങൾ പേടിക്കറ, സിനത്ത് നിങ്ങൾ പേടിക്കറ, ബഡ്ഡി ഇൻട്രസ്റ്റ് നിങ്ങൾ പേടിക്കറ, കക്കരത് നിങ്ങൾ പേടിക്കറ, കളവ് ചെല്ലത് പേടിക്കറ. പക്ഷെ ഞങ്ങൾക്കല്ല ബിദ്അത്തിനെ പേടിക്കില്ല. ബിദ്അത്ത് എങ്ങനെ പണ്ട് അത് തസ്ബീഹ് രൂപത്തിൽ പണ്ട്, അത് സ്വലാത്ത് രൂപത്തിൽ പണ്ട്. സ്വലാത്ത് ഏത് ഞങ്ങൾക്ക് ഏറ്റവും ശ്രേഷ്ഠമായ സ്വലാത്തുണ്ട്. റസൂലുള്ളാഹി മൻ സ്വല്ല അലയ്യ സ്വലാത്തൻ സ്വല്ലല്ലാഹു അലൈഹി ബിഹാ അശറ, ഒർത്ത അല്ലാഹുവിന്റെ റസൂലിന്റെ മേൽ ഒരു സ്വലാത്ത് ചൊന്നെങ്കിൽ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ ഒർക്ക് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ് ചൊന്നെങ്കിൽ അവനുകള്ള 10 സവാബ് കൊടുക്കൂ, അവന്റെ ദോഷം അല്ലാഹു മാഫാക്കറുണ്ട് റസൂലുള്ള പഠിപ്പാട്ടിയത്. പക്ഷെ റസൂലുള്ള പഠിപ്പാട്ടിയ സ്വലാത്തിക്ക് വിരുദ്ധമായിട്ട് ഞങ്ങളെ റായത്തിൽ ഞങ്ങളെ ചില മഹല്ലത്തിൽ ചില മസ്ജിദിലെല്ലാം എന്താക്കരുത്, ഞായറാഴ്ച സജാവോ അല്ലെങ്കിൽ വെള്ളിയാഴ്ച സജാവോ ഒരു പുതിയ സ്വലാത്ത്. അവിടെ എന്ത് സ്വലാത്ത്? ഈ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് സ്വലാത്തിക്ക് ഒരു നനയും വിലയില്ല. അവിടെ വേണ്ട സ്വലാത്ത് ഏത്? അല്ലാഹുമ്മ സ്വല്ലി സ്വലാത്തൻ കാമില വസല്ലിം സലാമൻ താമ്മ അലാ സയ്യിദിനാ മുഹമ്മദിൻ അല്ലദി തൻഹല്ലു ബിഹിൽ ഉഖദ് وتنفرج به القرب وتقضى به الحوائج وتنال به الرغائب ويستسقى الغمام بوجهه الكريم. അങ്ങനെ ശിർക്കും കുഫറും കലർന്ന റസൂലുള്ളാഹിനെ വിളിച്ചിട്ട് വാരക്കുമ്പോഴത്തെ റസൂലുള്ളാഹിക്ക് എന്തോ അദൃശ്യ ശക്തി ഉണ്ട് ചൊല്ലുക, അങ്ങനത്തെ ഒരു മനുഷ്യന്മാരെ മനസ്സിൽ തോന്നിക്കുമ്പോഴത്തെ ഇങ്ങനെയുള്ള പുതിയ പുതിയ സ്വലാത്ത് കൊമ്പന്നാറ് റസൂലുള്ള പഠിപ്പാട്ടിയ സ്വലാത്ത് പേര് നിലയില്ല സഹോദരന്മാരെ. ഇതായിട്ട് ബിദ്അത്ത് പണ്ടത്, ഇതര പേരായിട്ട് ബിദ്അത്ത്. കള്ളു കുടിക്കുമ്പോ കാണുന്നവർക്ക് പേടിയോ നാക്കർ തപ്പല്ലേ, ഇങ്ങനത്തെ ഒരു ഇസ്ലാമിലൊരു പുതിയൊരു ഇബാദത്തിന്റെ രൂപത്തിലോട്ടാക്കുമ്പോ ആണെങ്കിൽ പേടിയല്ല, അവർക്ക് നല്ലതല്ലേ ചെന്നിട്ട് ആക്കറേ. അതായിട്ട് ഇങ്ങനെ ഡേഞ്ചറുള്ള സഹോദരന്മാർ. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനത്തെ പുതിയ ആചാര വിചാരം വരുമ്പോ അതിനെ എതിർക്കണം നമ്മൾ. പക്ഷെ എതിർക്കുമ്പോ ഞങ്ങൾ എന്തെങ്കിലും ഞങ്ങളെ ബായിക്കല് ജാഗ്രത. ഒരാൾ തപ്പാക്കുമ്പോ മൻറആ നിൻകുമുൽ മുൻകറ ഫൽയുഗയ്യിറു ബിയദിഹി, കൈകൊണ്ട് തടുക്കണം എന്നെങ്കിലും ഒരു അടിക്കരണ്ടല്ല. ഞങ്ങൾ എപ്പോഴും ഞങ്ങളെ പഴക്കത്തിൽ ഒരു ടേസ്റ്റ് പെടില്ല, ലജ്ജത്തിലാണ്. ഒരാൾ എന്തെങ്കിലും തപ്പാക്കിയെങ്കിൽ ആ തപ്പ് നിങ്ങൾ പബ്ലിക്കിൽ എടുത്ത് ചൊല്ലുക തീരാ. ഒരാളുടെ ഒരു തപ്പ് കണ്ട് മനുഷ്യന്മാർ തപ്പ് സാഹചര്യം നന്നൊട്ടിക്ക് തപ്പ് പണ്ട് നിങ്ങളൊട്ടിക്ക് വേണ്ട, ഞങ്ങളെ തപ്പ് ഞങ്ങൾക്ക് കാണില്ലേ, ഞങ്ങൾക്ക് റായത്തങ്ങളെ തപ്പ് വേഗം കാണണ്ട, ഞങ്ങളെ കാണുന്നത് ബാക്കിയുള്ളതുകൊണ്ട് തപ്പ് ഞങ്ങൾക്ക് വലിയായിട്ട് കാണേണ്ടത്. ഞങ്ങളെ എത്ര വലിയ തപ്പാക്കിയെങ്കിലും ഞങ്ങൾക്ക് ചെറിയ കാണണ്ടേ. ഞങ്ങളെ കണ്ണിക്ക് കാട്ട പോണെങ്കിൽ ഞങ്ങൾ കാണില്ല, ഞങ്ങളെ കണ്ണ കാണില്ല. ബാക്കിയുള്ളവരുടെ കണ്ണിക്ക് പോലിട്ട് ഞങ്ങൾ ചന്ത കാണ്ട് കാട്ടണം. അതുപോലെ ഞങ്ങളെ തപ്പ് നിങ്ങൾക്ക് കാണില്ല, ഞങ്ങളെ തപ്പുറം നിങ്ങൾ മുച്ചി വെക്കറ, ഞങ്ങളെ തപ്പുറ ഞങ്ങളുടെ തപ്പ് വന്നെങ്കിൽ ഞങ്ങൾ എന്താക്കറ, ഞങ്ങളുടെ അവിടെ ആ വിഷയത്തിൽ ജഡ്ജി അവിടെ തങ്ങ ഞാൻ തപ്പാക്കിയിട്ടില്ലാണ്. ബാക്കിയുള്ളവരുടെ വിഷയത്തിൽ തപ്പ് വന്നെങ്കിൽ ഞങ്ങൾ വക്കീലവിടെ വാതാക്കറ. അതിക്ക് തീരെ സഹോദരന്മാർ എപ്പോഴും ഞങ്ങൾക്ക് ഞങ്ങളെ സ്വന്തം കടിക്ക് നിങ്ങൾ വേലിലുണ്ട്.
അപ്പൊ ബാക്കിയുള്ളവന്റെ വിഷയത്തിൽ നിങ്ങൾ അങ്ങനെ അവന്റെ തപ്പ് കുടിക്കുന്ന വിഷയത്തിൽ നിങ്ങൾ പോണ്ട വേണ്ട. നിങ്ങൾ ബാക്കിയുള്ള ആൾമാർക്ക് ഉപദേശമാക്കുമ്പോൾ ഗുട്ടുലി പിടിച്ചിട്ട് ഉപദേശമാക്കും. പബ്ലിക്കിൽ ആൾമാർ ഇതിൽ കയറി വിളിക്കുകയില്ല, മൈക്കിൽ കൊള്ളുകയില്ല, ഗുട്ടുലി വിളിക്കണം. മഹാനായ മൂസ അലൈഹി സ്വലാമോ ഫിറോവിന്റെ മുട്ട പോകും. ഫിറോനാറ് അന്നത്തെ ചക്രവർത്തിയായിട്ട് അള്ളാഹുവിനെ നിഷേധിക്കുന്ന വ്യക്തിയായിട്ട് ചക്രവർത്തി. പക്ഷെ ആ ചക്രവർത്തിയുടെ മുട്ട പോകുമ്പോൾ മൂസാ നബി അലൈഹി സ്വലാം എന്താ ചെയ്തത്? അള്ളാഹുണ്ടെങ്കിൽ അള്ളാഹുവിനൊക്കെ പേടിയോടെ അള്ളാഹു ഒറ്റക്ക് പോകും, എന്നൊക്കെ ഹെൽപ്പ് ഒരാൾ വേണമുണ്ട്. അങ്ങനെ മൂസാ നബി അലൈഹി സ്വലാമിന്റെ സഹോദര ഹാറൂന്റെ ഒട്ടിക കിടന്നു. അള്ളാഹു ചെല്ലുന്ന മൂസാ നബി ഒട്ടിക്ക് അങ്ങനെ ഇനി രണ്ടാൾ ഫിറോന്റെ മുട്ട പോറും. ഫിറോന്റെ മുട്ട പോതി നിങ്ങൾ രണ്ടാൾ സോഫ്റ്റ് പളക്കം. ഞങ്ങൾ നല്ലതിൽ ചെന്നെങ്കിൽ, മധുരത്തിൽ ചെന്നെങ്കിൽ, പിർസത്തിൽ ചെന്നെങ്കിൽ ആറ് നിങ്ങളെ പളക്കെ കേൾക്കറാണ്. ഞങ്ങൾ അർസത്തിൽ ചെന്നെങ്കിൽ ഞങ്ങളെ പളക്കെ കേൾക്കുക ആറില്ല സഹോദരന്മാർ. അപ്പൊ ഞങ്ങൾ ദഅവത്താക്കരെങ്കിലും ബാക്കിയുള്ള ആൾമാർക്ക് ദീന്റെ വിഷയത്തിന് കൊടുക്കരെങ്കിലും ആ പളക്കത്തുകളുടെ ടേസ്റ്റ് വേണു. ഓർക്കൊടുപ്പിനൊക്കെ കണ്ടു കേട്ടപ്പോൾ ഞങ്ങൾ പളക്കം പറയുക തീരാ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളൊട്ടിക്ക് വന്നുപോയ എല്ലാ തെറ്റ് അള്ളാഹു ഞങ്ങൾക്ക് മാഫാക്കി തരട്ടെ. അള്ളാഹുവെ ഈ മുഞ്ഞാന്തെ ദുരന്തത്തിൽ ആരെല്ലാം മരിച്ചു പോയാർ അള്ളാഹുവെ, ആ മരിച്ചുപോയ മുസ്ലിം സമുദായത്തിൽ ആരെല്ലാം ഉണ്ടാ അള്ളാഹുവെ എല്ലാവർക്കും നീನು മഗ്ഫിറത്തും മർഹമത്തും കൊടുത്ത് നിന്നെ സലാമത്താക്കുക. അള്ളാഹുവെ ഞങ്ങളെ കൂട്ടത്തിൽ മരിച്ചുപോയ ഞങ്ങളെ അപ്പ, ഞങ്ങളെ ഉമ്മ, ഞങ്ങളെ സഹോദര സഹോദരിമാരുള്ളാറ്, കൂട്ടുകുടുംബത്തങ്ങളുള്ളാറ്, ഞങ്ങളെ ആദർശ ബന്ധുമാരുള്ളാറ് അള്ളാഹുവെ എല്ലാവർക്കും നീನು മഗ്ഫിറത്തും മർഹമത്തും കൊടുത്ത് അനുഗ്രഹിക്കുക. അള്ളാഹുവെ ഞങ്ങളെയും ജന്നത്തുൽ ഫിർദൗസിലൊട്ടിക്ക് ചേർപ്പാട്ട് അള്ളാഹുവെ സീക്കിൽ കഷ്ടപ്പെട്ടിരുന്ന ക്യാൻസർ പേഷ്യന്റുമാർ, കിഡ്നി പേഷ്യന്റുമാർ, അതുപോലെ ആക്സിഡന്റ് ആയിട്ടുള്ള ആൾമാർ, അങ്ങനെ പല നിലക്കുമുള്ള സീക്കിൽ കഷ്ടപ്പെട്ട സഹോദര സഹോദരിമാരുള്ള അള്ളാഹുവെ എല്ലാവർക്കും നീನು ശിഫ കൊടുത്ത് അനുഗ്രഹിക്കുക. അള്ളാഹുവെ ഞങ്ങൾക്ക് ആർക്കും അങ്ങനത്തെ സീക്ക് പറയാതെ പോലെ ഞങ്ങളെ നീನು കാത്തുരക്ഷിക്കുക. അള്ളാഹുവെ ഞങ്ങളെ മക്കളെ നീನು സ്വാലിഹ്യങ്ങളുടെ കൂട്ടത്തിലാക്കുക. അള്ളാഹുവെ അനുസരണയുള്ള മക്കളാക്കുക. അള്ളാഹുവെ اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا وأجر والدينا من النار. ربنا تقبل منا إنك أنت السميع العليم. وصلى الله تعالى على نبينا محمد وعلى آله وصحبه أجمعين. الحمد لله رب العالمين.